സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിന് താക്കീതുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചരിത്ര സമരത്തിൽ പ്രതിഷേധമിരമ്പി. സഹകരണ മേഖലയെ തകർക്കുന്നതിന് പ്രധാനമന്ത്രിയും ബിജെപിയും നടത്തുന്ന യുദ്ധപ്രഖ്യാപനത്തെ ശക്തമായി ചെറുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ പ്രതിസന്ധിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി സിപിഎം ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി. മോദി തുഗ്ലക്കിന്റെ ആശാനാണെന്നും ജനങ്ങൾ മോദിയുടെ നെഞ്ചിൽ ചാപ്പ കുത്തുമെന്നും വി.എസ്. അച്യുതാനന്ദനും പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സത്യാഗ്രഹ സമരം നടത്തിയത്. സഹകരണ മേഖലയെ തകർക്കുന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ പ്രധാനമന്ത്രിയോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്നതാണ്. ഞങ്ങൾ ആർക്കും എതിരെ യുദ്ധം നടത്താനില്ല. ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കൂടിയാണ്. അത് സാധാരണ ജനങ്ങളുടെ നേരെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയുടെ നേരെയാണ്. രാജ്യത്താകെയുള്ള ജനങ്ങളുടെ നേരെയുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. കുമ്മനം രാജശേഖരന് യുദ്ധത്തിന്റെ രീതി മാത്രമാണ് അറിയാവുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കാം, അങ്ങനെയുള്ള ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും, ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുഗ്ലക് ഭരണത്തിനെതിരെയുള്ള രാജ്യത്തെ ആദ്യത്തെ സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ വ്യക്തിജീവിതത്തെ നിയന്ത്രിക്കാൻ മോദിയെ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. So as the CPIM, we have said that we are going to organize people's protests all over the country. We are demanding from the government that you did not make proper preparations till the alternative currency is available in the banking system. മോദി തലതിരിഞ്ഞ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണം. ഭ്രാന്തൻ തീരുമാനവുമായി മോദി മുന്നോട്ട് പോയാൽ അനുവദിക്കുകയില്ലെന്ന് സത്യാഗ്രഹം അഭിസംബോധന ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി.എസ്. അച്യുതാനന്ദൻ വ്യക്തമാക്കി. നേരത്തെ തലതിരിഞ്ഞ പരിഷ്കാരം നടത്തുന്നവരെ തുഗ്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മോദി തുഗ്ലക്കിന്റെ പോലും ആശാനാകാനാണ് ശ്രമിക്കുന്നത്. ക്യൂവിൽ നിന്ന് നരകിക്കുന്ന സാധാരണ മനുഷ്യർ 2019 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിനും ക്യൂ നിൽക്കും. അന്നവർ മോദിയുടെ നെഞ്ചത്തായിരിക്കും ചാപ്പ കൊത്താൻ പോകുന്നത് എന്നോർക്കണം. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര തീരുമാനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Cooperative bank sector people are demanding that do not prohibit us from. അതേസമയം ജനങ്ങളെ അണിനിരത്തുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന സമരം കേരളത്തിലാകെ ആളിപ്പടരാൻ പോവുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് LDF കക്ഷി നേതാക്കളും സത്യാഗ്രഹത്തിൽ പ്രതികരിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സത്യാഗ്രഹ സമരത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ രേഖപ്പെടുത്തിയത്. കേന്ദ്ര നയത്തിൽ മാറ്റം വരുത്തണമെന്ന് സഹകരണ മന്ത്രി എ.സി. മൊയ്തീൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിച്ചുള്ള തീരുമാനം സംസ്ഥാനത്തെ സമസ്ത മേഖലയും സാരമായി ബാധിച്ചിരിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. ഇങ്ങനെ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ, സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിനുള്ള ബിജെപിയുടെ ഗൂഢാലോചന അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ധർണയിലൂടെ പറയുന്നത്, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള്, ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ സർക്കാർ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് സഹകരണ മന്ത്രി എ.സി. മൊയ്തീൻ ആവശ്യപ്പെട്ടു. ജില്ലാ ബാങ്കുകളും അതിന്റെ കീഴിലുള്ള 750-ൽ പരം വരുന്ന ശാഖകളിലും ഈ നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? മറ്റു മേഖലയിലില്ലാത്ത, മറ്റ് ബാങ്കിംഗ് മേഖലയിലില്ലാത്ത ഒരു തെറ്റായ പ്രവണതകളും കേരളത്തിലെ സഹകരണ മേഖലയിലെ ഗുണങ്ങളാണ് കൂടുതൽ. ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ബി.ജെ.പി. സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി മാത്യു ടി തോമസ് പ്രതികരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം 18 മന്ത്രിമാർ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിന് കഴിഞ്ഞ നാളുകളിലെ മന്ത്രിസഭകളും മന്ത്രിമാരും ഒക്കെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി
മന്ത്രിസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ആഭരണങ്ങളല്ല, ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള അവസരങ്ങൾ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. കശുവണ്ടി മേഖലയിലടക്കം തൊഴിലാളികളെ കേന്ദ്ര തീരുമാനം സാരമായി ബാധിച്ചിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള അവകാശത്തെ നിഷേധിക്കാൻ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് അവകാശമുണ്ടോ? കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. നമ്മുടെ നാട്ടിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. തികഞ്ഞ അരാജകത്വമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, എ കെ ശശീന്ദ്രൻ, കെ കെ ശൈലജ ടീച്ചർ, എ ടി ജലീൽ തുടങ്ങിയവരും കേന്ദ്ര തീരുമാനത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തുറന്നുകാട്ടുകയായിരുന്നു. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരാജയപ്പെടുകയോ ബോധപൂർവം ഒഴിഞ്ഞു മാറുകയോ ചെയ്തതിനു ശേഷം കള്ളപ്പണ വേട്ടയ്ക്കെതിരെയുള്ള പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തിയ അനാവശ്യമായ അഭ്യാസങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്ന് നമുക്ക് കാണേണ്ടതായി വരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നടത്തുന്ന സത്യാഗ്രഹ സമരം തലസ്ഥാനം ഇന്നോളം കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമായി പരിണമിക്കുകയാണ്. ജനകീയ നേതാക്കളുടെ സാന്നിധ്യം പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ 10-ന് സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ബഹുജനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പ്രകടനമായി സമരകേന്ദ്രത്തിലേക്ക് പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തി. സമരം കവർ ചെയ്യുന്നതിനായി ദേശീയ മാധ്യമങ്ങളടക്കം വൻ മാധ്യമ സംഘമാണ് തലസ്ഥാനത്തെത്തിയത്. 10:30 മുഖ്യമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഷാളണിയിച്ച് ആദരിച്ചു. 10:45 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ സമരകേന്ദ്രത്തിലെത്തി സത്യാഗ്രഹികളെ അഭിവാദ്യം ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മന്ത്രി മാത്യു ടി തോമസിനും പിന്നാലെ NCP നേതാവ് ഉഴവൂർ വിജയന്റെ പ്രസംഗം ജനക്കൂട്ടത്തെ ഇളക്കിമറിച്ചു. 95 വയസ്സ് പ്രായമുള്ള നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും വെയിലത്ത് കൊണ്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം മാതാവിനെ പോലും, മാതാവിനോട് എന്താ പറഞ്ഞത്? ഗോ മാതാ, ഗോ മാതാ, ബാങ്കിന്റെ മുമ്പിലേക്ക് ഗോ ഗോ എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ച വ്യക്തിയല്ലേ നമ്മുടെ നരേന്ദ്രമോദി. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചെറു പ്രകടനങ്ങൾ തുടരുകയാണ്. ഇടവേളകളിൽ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തലസ്ഥാനം ഇന്നോളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ സമരം ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർത്തിയിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. നവംബർ 22-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് നിയമസഭ ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്തത്. നോട്ട് പ്രതിസന്ധിയുടെയും സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ സന്ദർശിച്ച പ്രതിപക്ഷ സംഘവും നിയമസഭാ സമ്മേളനം ചേരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പഴയ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിൽ നാളെ നിയന്ത്രണം. നാളെ മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് നോട്ട് മാറ്റിവാങ്ങാൻ അവസരമുണ്ടാവുക. ബാങ്കുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടി. നാളെ ഒരു ദിവസം മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും നോട്ട് മാറ്റിവാങ്ങാനുള്ള അവസരം ലഭിക്കുക. നോട്ട് മാറ്റത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ജനം പരിഭ്രാന്തിയിലാണെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തർക്കിക്കരുത്. ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. പണം എടുക്കാനുള്ള പരിധി 2000-ആയി കുറച്ചതും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. നോട്ട് മാറ്റത്തിനെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതികളെ വിലക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. നോട്ട് മാറ്റത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ജനം പരിഭ്രാന്തിയിലാണ് എന്ന കാര്യത്തിൽ ഇനി കേന്ദ്ര സർക്കാർ തർക്കിക്കരുത്. അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടികളും പുതിയ മാർഗങ്ങളും കണ്ടെത്തണം. ജനങ്ങളെ പിഴിയുകയാണ് സർക്കാർ. ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറയുമ്പോഴും പുതിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും എന്തിന്? പിൻവലിക്കാൻ കഴിയുന്ന തുക 4500 രൂപയിൽ നിന്നും 2000-ആയി കുറച്ചത് ജനങ്ങളെ കൂടുതൽ വലച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കിയാകട്ടെ വാദമുന്നയിച്ചത് നടപടികളെ എതിർക്കുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു. തീവ്രവാദത്തിന് പണം ലഭിക്കുന്നത് തടയാൻ നോട്ട് മാറ്റത്തിലൂടെ കഴിഞ്ഞുവെന്നും അറ്റോർണി വാദിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി മൂലം ഇതുവരെ 47 പേർ മരിക്കുകയും നിരവധി പേരുടെ ചികിത്സ നിഷേധിക്കപ്പെടുകയും ചെയ്തതായി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ 24 മണിക്കൂറും കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും
സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചുവെന്ന് 2 ദിവസത്തിനുള്ളിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21-ാം തീയതി കേസ് വീണ്ടും കേൾക്കും. നോട്ടുമാറ്റത്തിനെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതികളെ വിലക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. അതേസമയം ഇന്ന് നോട്ടുമാറ്റത്തെക്കുറിച്ചുള്ള ഹർജിയിൽ വാദം കേട്ട പശ്ചിമബംഗാൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ദിനംപ്രതി ചട്ടങ്ങൾ മാറ്റുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാവുകയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറ്റത്തെ തുടർന്ന് സഹകരണ ബാങ്കുകൾക്കുണ്ടായ പ്രതിസന്ധിയിൽ ഇടപെടാമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കേരള എംപിമാർക്ക് ഉറപ്പ് നൽകി. റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കാമെന്ന് ജെയ്റ്റ്ലി വ്യക്തമാക്കി. അതേസമയം നോട്ട് മാറ്റത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ റദ്ദാക്കി പിരിഞ്ഞു. പി കരുണാകരൻ, എ കെ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ വച്ചാണ് കേരള എംപിമാർ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നോട്ട് മാറ്റത്തിന് അനുമതി നൽകാത്തത് മേഖലയെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചതായി എംപിമാർ അറിയിച്ചു. സാധാരണ ജനങ്ങളുടെ ആശ്രയമാണ് സഹകരണ സംഘങ്ങൾ. ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കാമെന്നും പ്രശ്നത്തിൽ ഇടപെടാമെന്നും ജെയ്റ്റ്ലി എംപിമാർക്ക് ഉറപ്പ് നൽകി. അദ്ദേഹം പറയുകയുണ്ടായി, കേരളത്തിലെ വിഷയങ്ങളിൽ നിങ്ങൾ ഉന്നയിച്ച കാര്യം ശരി തന്നെയാണ്. അത് റിസർവ് ബാങ്കിൻ്റെ ബന്ധപ്പെട്ട പ്രതിനിധികളെ ഇന്ന് അദ്ദേഹം അടിയന്തരമായി അവരെ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മാതൃകാപരമാണെന്നും ജെയ്റ്റ്ലി എംപിമാരെ അറിയിച്ചു. അതേസമയം നോട്ടുമാറ്റ വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളും തുടർച്ചയായി 3-ാം ദിവസവും തടസ്സപ്പെട്ടു. പാകിസ്ഥാൻ നടത്തിയ ഉറി ആക്രമണത്തിൽ മരിച്ചതിനേക്കാൾ ഏറെ ജനങ്ങൾ നോട്ടുമാറ്റത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ മരിച്ചതായി ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് പാകിസ്ഥാനെ അനുകൂലിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ഗുലാം നബി മാപ്പ് പറയണമെന്ന് രാജ്യസഭയിൽ BJP ആവശ്യപ്പെട്ടു. എന്നാൽ മരണത്തിന് ഉത്തരവാദികളായ കേന്ദ്ര സർക്കാർ മാപ്പ് പറയണമെന്ന് ഗുലാം നബി തിരിച്ചടിച്ചു. മോദി സഭയിലെത്തി മറുപടി പറയണമെന്ന് മറ്റു പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ പിരിഞ്ഞു. ലോക്സഭയിലാകട്ടെ ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം ഇന്നും സ്പീക്കർ തള്ളി. ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ലോക്സഭയും ഉച്ചയോടെ സഭാ നടപടികൾ റദ്ദാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. ദേവസ്വം ബോർഡിന്റെ അതിഥികൾക്ക് താമസിക്കാനായി പമ്പയിലെ ശൗചാലയങ്ങൾ പൊളിച്ചുമാറ്റിയത് തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശൗചാലയങ്ങൾ പൊളിച്ചുമാറ്റി പണിയുന്ന അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർത്തിയായിട്ടുമില്ല. പമ്പ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി 2 കോടി രൂപ മുടക്കി പണിത കക്കൂസുകളാണ് ദേവസ്വം ബോർഡ് അനധികൃതമായി പൊളിച്ചു നീക്കി അതിഥി മന്ദിരം പണിയുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന സ്ഥലമായ പമ്പയിലെ കക്കൂസുകളാണ് ദേവസ്വം ബോർഡ് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. കക്കൂസുകൾക്ക് പകരം ദേവസ്വം ബോർഡിന്റെ അതിഥികൾക്ക് താമസിക്കാൻ റൂമുകൾ പണിയുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ മണ്ഡലകാലം ആരംഭിച്ചിട്ടും പൊളിച്ചു നീക്കിയ കക്കൂസുകൾക്ക് പകരമായി പണിയുന്ന റൂമുകളുടെ നിർമ്മാണ പ്രവർത്തികളോ എങ്ങും എത്തിയിട്ടില്ല. പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് പുറമെ അവിടുത്തെ കച്ചവടക്കാരും മറ്റുള്ളവരും ഒരുപോലെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ. ഗണപതി അമ്പലം ഞൊടങ്ങാർ ഭാഗത്തുള്ള ഒരു കക്കൂസ്, വാസ്കോയുടെ ആ ഭാഗത്തുള്ള ബെരിയയിലും കടകളിലും തൊഴിലാളികളുള്ള ഒത്തിരി സായിപ്പന്മാർ വന്ന് തമ്പടിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ ആ കക്കൂസ മൊത്തം ഇടിച്ച് പൊളിച്ചു റൂമാക്കി ഇപ്പം അവിടെ റൂമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 കിലോമീറ്റർ ബാത്റൂമിൽ പോകേണ്ടവർക്ക് ഇങ്ങ് ത്രിവേണി പാലത്തിൻ്റെ അവിടെ വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം വന്നേക്കുന്നത്. ആ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കക്കൂസും ഇല്ല, അതിനുള്ള സജ്ജീകരണം അവിടെ ചെയ്തിട്ടില്ല. നിലവിലുള്ള കക്കൂസുകൾ പൊളിച്ചു നീക്കി അതിഥി മന്ദിരം പണിയുമ്പോൾ പകരം സംവിധാനമൊന്നും തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നതും. പമ്പയുടെ പരിസരത്തെവിടെയും പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ നിലവിൽ സംവിധാനമില്ലാത്തതിനാൽ പലരും പമ്പയുടെ പരിസരങ്ങളിൽ കാര്യം സാധിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. പകരം സംവിധാനം ഏർപ്പെടുത്താതെ ശൗചാലയങ്ങൾ പൊളിച്ചുമാറ്റി അതിഥി മന്ദിരങ്ങൾ പണിയുകയാണ് ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ തീരുമാനത്തിലൂടെ വലിയ തിരക്കനുഭവപ്പെടുന്ന വരും ദിവസങ്ങളിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമാവുകയും ചെയ്യും. പമ്പയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. വയനാട്ടിൽ വരൾച്ചയെ അതിജീവിക്കാൻ തടയണ നിർമ്മാണവുമായി തൊണ്ടർനാട് പഞ്ചായത്തും 15 വാർഡുകളിലായി 100ഓളം തടയണകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചത്. കർഷക തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് തടയണകൾ നിർമ്മിച്ചത്. 60% മഴക്കുറവാണ് ഇത്തവണ വയനാട്ടിൽ. ഈ സാഹചര്യത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിന്റെ തടയണകളുടെ നിർമ്മാണം.